എന്താടാ പള്ളി പോകാനുള്ളതല്ലേ? അതിനു മുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അതാണ് അങ്ങനെ ചോദിച്ചത്? അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ? വകുപ്പ് പഠിക്കാതെ ചെല്ലടാ. കുർബാന സമയത്ത് പള്ളി ചെന്നില്ലേ പിന്നെ പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാനയില്ലല്ലോ. അവിടെ നില്ലടാ. എന്താടാ പെറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നീ ഇവിടെ നിൽക്കുന്നേ ഓടാ. ചേടാ നിൽക്കാൻ പറഞ്ഞിട്ടല്ലേ നിന്നത്? ഇത് വലിയ കോടാലിയായില്ല. ഗണിച്ചോ, നമ്മൾ വളപ്പിൽ മാമച്ചന്റെ അടുത്ത് ഒരു ഡോബർമാൻ പറ്റുള്ളൂ കണ്ടതാണ്. മാമച്ചൻ ഊക്കം വരെ പറയുന്നത് പട്ടി കള്ളം പട്ടിയ. എന്നെ കൊടുക്കാൻ നിന്റെ ഒരു അഭിപ്രായത്തില്? അച്ചോ, ഇത് കുമ്പസാരക്കൂടാ. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കശപശ ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറല്ലേ, ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ നിന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒതുക്കത്തിലൊരു 4 വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ്വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരുത്ത മസ്കറ്റിൽ നിന്ന് വന്നിട്ടില്ലേ, എന്നതാ അവന്റെ പേര്? ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ ജോണിക്ക് കള്ളു മൂത്തിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുവാന്ന്. ജോണിക്ക് കള്ളു മൂക്കണമെങ്കിലേ ചില സമയം പിടിക്കും. നിനക്ക് അറിയാൻ മേലാത്തോണ്ടാ. ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരി ഇല്ലേലോ? നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്താ വരും പറ. 5 ഫുള്ള് ജോണി വാക്കർ ഏറ്റാ? ഏറ്റു. ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു. വെറ്റ് കെട്ടിച്ചോ മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുമ്പസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നാ അച്ഛനൊരുമാതിരി അങ്ങനെ പറയുന്നേ? കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്നാ? അല്ല, ഞാൻ പറയുന്ന അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. ശരി, നീ പറ, നീ തന്നെ പറ. എനിക്കൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ വിവരെന്തുവാ? അവന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ? അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം കുഴപ്പം പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ. അവൻ എന്നെക്കാളും എടുക്കനാ, കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനെയാ, വീട്ടിലേക്കാണോ അതോ സൗകര്യമുള്ളിടത്തോട്ട്? കേറണേ കയറ്, വഴി ഇറക്കി വിട്ടേക്കാം. കള്ളടിച്ച് 4 ഇല വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. ഓടാടുന്നു കുട്ടപ്പായ്, മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അത് അച്ഛൻ തന്നെ പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. അല്ലേ 2000 മുതലിക്കില്ല, 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെന്താ നിവർത്തി? അന്നച്ചൻ സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതി മാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും, അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന പോലെ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. വേണം. മിണ്ടിപ്പോടുത്ത് മിണ്ടിയ നാക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കണം. പോലീസ് നാരായണ പുല്ലാടാ, പുല്ല്. വാടാ വാടാ. അടുക്കരുത് അടുക്കരുത്, അടുത്താൽ അപകടമാണ്. 10 ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ
നിന്റെ 6 ഇരട്ടിയുള്ള ചുരുളിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയടിക്ക് പെൻസിൽ വരെ നുറുക്കിയവനാണ് ഞാൻ. അടുക്കരുത്. പോടാ. നായരെ, 1 മിനിറ്റ് സമയം തരണം. ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി. ആ പിശാചെല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു. പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. എന്തിനാ ഇങ്ങനെ അനുസരണ ഇല്ലാത്ത കാക്കി വിളിക്കുന്നത്? അയ്യേ, ഇത് തെറ്റല്ലേ? തെറ്റ് തന്നെ. പക്ഷേ വിശപ്പിന് തെറ്റും ശരിയാണ്. അല്ല, കാക്ക ചോറല്ലേ എടുക്കുള്ളൂ, എലിയെടുക്കോ? എടോ, താൻ പുറത്തു വന്നേ. എന്താ വേണ്ടേ? താൻ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എന്താ എന്താ? പെണ്ണിനെ കയ്യെ പിടിച്ച് വലിച്ചെന്നുള്ള ചീത്തപ്പേര് വേണ്ട, മര്യാദയ്ക്ക് പുറത്തേക്ക് വാടോ. വരാനല്ലേ പറഞ്ഞത്? എന്താ മോളെ? എന്താ 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 വേണ്ടേ? താൻ എന്തായി കാണിക്കുന്നേ? ചോറ്. ഞാനത് കാക്കയ്ക്ക് വെച്ചതോ തനിക്ക് വെച്ചതോ? അയ്യോ, നിങ്ങളുടെ ചോറാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാക്ക വെറും ഒരു പക്ഷിയല്ലേ. അതിനോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒരു മനുഷ്യനോട് കാണിച്ചൂടെ? അത് മാത്രമല്ല, നിങ്ങൾ എന്ന് കൂവി കൂവി ഈ കുയിലിന്റെ ശബ്ദം നശിക്കരുതെന്ന് കൂടി കരുതിട്ടാ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അതിന്റെ പേരിൽ താൻ എനിക്കൊരു ചെലവോട് ചെയ്യേണ്ടതാ. ഓഹോ, അപ്പൊ ഇത് തികയില്ലെന്നാണോ പറയണേ? അയ്യോ, വിശക്കുന്നേന്ന് പറഞ്ഞ ഞാൻ എടുത്തോണ്ട് തരില്ലായിരുന്നോ? വയറ് വശന്നപ്പോ ഞാൻ അതൊന്നും ഓർത്തില്ല. ആവശ്യമില്ലാത്ത കാര്യമല്ലേ വയറ് വശം ഇങ്ങനെയാണോ ഇത് കാണിക്കുന്നത്? ആരാച്ചാ? പറഞ്ഞ ഉടനെ മനസ്സിലാവൻ ഇവൻ വല്ല രാഷ്ട്രീയ നേതാവാണ്. അങ്ങനൊന്നുമില്ല. ഒരു പിടി ചോറ്, ഒരു തവി കറി, കടിക്കാൻ ഒരു പപ്പടം, തൊടാൻ ഇത്തിരി അച്ചാറും. അതല്ല കാശുണ്ടേ മീൻ, ഇല്ലേ മുളകിടിച്ചത്. ഇങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്ന തൽക്കാലം കെയർ ഓഫ് അയ്യർ. എടാ, കാക്കയ്ക്ക് വെച്ച ചോര നീ കാക്കയെ പോലെ ഇവിടെ നിന്നാതെ മനുഷ്യനെ പോലെ അകത്തിരുന്ന് കഴിക്കുക. ഒരു കാര്യം പറയാൻ വിട്ടു. ഇന്നലെ നിങ്ങളുടെ ഡാൻസ് ഞാൻ കണ്ടു. സൂപ്പർ. എന്താ സൂപ്പർ? എന്റെ ഡാൻസ് ഉണ്ടെന്നോ? അപ്പൊ ഞാൻ അറിയാതെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? നിങ്ങളെ കണ്ട് എനിക്ക് രസിച്ചു, ഞാൻ വർണ്ണിച്ചു, പിന്നെ വിളിച്ചു. വിളിച്ചെന്നോ? ആ, ഇയാളുടെ പേര് സരസു എന്നാണ് അയ്യര് പറഞ്ഞു. അപ്പൊ സരസു എന്ന് വിളിക്കണം തോന്നി വിളിച്ചു. നന്നായിരുന്നു, വളരെ. എടോ, കൊടല് കത്തിയിരിക്കുമ്പോഴും തനിക്ക് സാമർത്ഥ്യമാണോ? അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. നീ അത് വേറെ ചാനൽ. ദൈവം തമ്പുരാൻ തന്ന വരപ്രസാദം. അവൻ വലിയൊരു കാര്യം പറയുന്നു. എന്താടാ നിനക്ക് നാണമില്ല? ഇല്ലില്ല. ഇവനെ എന്ത് ചെയ്യാനാ മോളെ? നീ കുറെ നേരം കൂടെ ഇങ്ങനെ നിന്നാ കാക്കയ്ക്ക് ചോറ് സാമ്പാറും മാത്രമേ ഉള്ളോ, തൈരിന്റെ രസമൊന്നും ഇല്ലെന്ന് ചോദിക്കും. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓ, ചിരിച്ചത് മതി, പോന്നേ. ആര് വലിച്ച് കഴിക്കാതടാ. ചെരുപ്പോട് ഞാൻ അടിക്കും. അവനും ഉണ്ട് അവന്റെ ഒരു കടയും. ടൈലറെ, ഇത് ശരിയല്ല കേട്ടോ. താൻ കാരണം എന്റെ കടയിൽ നിന്ന് ഒറ്റ പെണ്ണുങ്ങൾ പോലും ചെരുപ്പ് വാങ്ങുന്നില്ല. എടോ, തന്റെ കടയിൽ മോഷ്ടിക്കുകയാണെന്ന് വിചാരിച്ചാ ഒന്ന് തട്ടിയത്. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ ഇവർക്ക്? ഈ ഗൗൺ എങ്ങനെയുണ്ട് നോക്കി? ആഹാ, ഇത് അടിപൊളിയായിരിക്കുന്നല്ലോ. സത്യത്തില് എന്നെ കൊണ്ട് പോലും ഇങ്ങനെ തയ്ക്കാൻ പറ്റില്ല. അല്ല, ഈ സാധനം നീ എവിടെ നിന്നാ എടുത്തേ? കോയമ്പത്തൂരിന്നാണ് സർ. കോയമ്പത്തൂരിന്നാവും. ഓ, ഗോപാലകൃഷ്ണന്റെ കടയിൽ നിന്നോ? ഇല്ല സർ. മമ്മി ഡാഡി? അല്ല സർ. പിന്നെ താൻ ഇത് എവിടെ നിന്നാടോ എടുത്ത്? ഇതിന് സത്യം പറയണോ അതോ കള്ളം പറയണോ? കള്ളം പറയുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സത്യം പറഞ്ഞു. ജയിലിലായിരുന്നു സർ. ജയിലിലോ? അവിടെ എന്തിനാ പോയി? വെറുതെ ഒരു 6 മാസത്തായിരുന്നു. എന്നാ സ്ഥലം കാര്യം ആദ്യം ഇവിടെ നിന്ന് പോയി തരാനാ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ കൂലി തരില്ലേ? കൂലിയാ? നിന്നോട് ഞാൻ തൊഴുതു പറയാ, ഒന്ന് പോയി തരാമോ? വലിയ ഉപകാരം സാർ. കള്ളം പറഞ്ഞ കള്ളം പിടിക്കില്ലെന്ന്. അതെ. സത്യം പറഞ്ഞ ആളെയും പിടിക്കില്ല. അതേടാ, മര്യാദ കയ്യെന്ന് വിടറാ. ഒരു കാര്യം നിന്നോട് ഞാൻ ഒരു കാര്യം പറയാണ്. 1, 2, 3 എണ്ണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകണം. ഇല്ലെങ്കിൽ നിന്നെ ഞാനേ കീറി തയ്ച്ചു കളയും. പോടാ.
ഒന്നും കൂടെ വന്നേ. ഏ? വരൂ സാർ. ആ ആ, കൈ നീ കൊണ്ട് ഇതുവരെ പോയില്ലേ ഇങ്ങോട്ട് വരൂ. എന്താ കാര്യം? സാർ, എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല സാർ. ആ, എനിക്ക് ആദ്യമായി ജോലി തന്ന നിങ്ങളല്ലേ. ആ. എനിക്ക് നിങ്ങളെ മറക്കാനേ പറ്റില്ല. ആ, ഞാൻ വളരെ ഓപ്പൺ അങ്ങനെ വേണം സാർ. തുറന്നു പറയുന്നവർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ ശരി ശരി അപ്പൊ ഞാൻ വരട്ടെ സാർ. ഓക്കെ സാർ. ഓക്കെ. ആ, നല്ല നേരം മോതിരെല്ലാം ഉണ്ട്. ജയിലിൽ നിന്ന് വന്നവരല്ലേ, കെട്ടിപ്പിടിക്കുമ്പോ മോതിരം ഊരിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. മോതിരം ഇതിലല്ലേ ഉണ്ടായിരുന്നു? വലത്തെ കയ്യിലിട്ട മോതിരം ഇടത്തെ കയ്യിൽ എങ്ങനെ വന്നു? എന്റെ പൊന്ന് പെമ്പറന്നവരെ, ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ്. ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ. ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ? ചായക്കടയിൽ പിള്ളേര് ചായയായിട്ട് വരുന്ന പോലെ ഒരു മയൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. നീ ഇവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു. ഭർത്താവ് ഭാര്യ, അമ്മായിയും എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. കണ്ടോ, ഇങ്ങനെ വേണം പ്രഥമ രാത്രി. മനസ്സിലായി? ആ ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ അങ്ങ് പോയാലോ? ഈ പ്രഥമ രാത്രി നാളെ, അതായത് രണ്ടാം രാത്രി. ആ ആദ്യ രാത്രി ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറത്ത് നോക്ക് നോക്ക്. ഓ, ഇനി ഇങ്ങയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെ തുപ്പി വൃത്തിയാടാക്കല്ലേ. ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോടാ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്. ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ കാശ് തന്നിട്ട് മാസം 2 ഇനി എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തതാ. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്കിന് എല്ലില്ലേ? ഒരു അച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല. ആകെ കലിയുണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചയ്ക്കാ. സാരമില്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. സ്വീകരിക്കട്ടെ. എപ്പോഴും ശുചീകരിക്കട്ടെ. എന്ത് പറ്റി? ഓ ഒന്നുമില്ല അച്ഛോ, അച്ഛൻ പതിവില്ല. 1-2 കാര്യങ്ങളുണ്ട്. നിന്റെ അനിയൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിയിട്ട് കിട്ടാനായിട്ടാ അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ 4-5 കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ, ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു. ഇതിപ്പോ എപ്പോ എത്തുന്ന? ഇന്ന് എടാ കുട്ടപ്പായെ, അവര് 4-5 പേരുണ്ടെന്ന്. പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി, ഞാൻ പൊന്നച്ചോ ഇപ്പൊ എന്നോടൊന്നും പറയണ്ട. എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടലോട്ടില്ല, ഞാൻ പറയാൻ വന്നേക്കാം. എടാ, ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യും? അയ്യോ, ഞാൻ വന്നേ. ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಅಲ್ಲಿ, RC ಬುಕ್ ಅಲ್ಲಿ, ಟೋಕನ್ ಅಲ್ಲಿ,
ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು ನನ್ನ ಸರ್ ಹೊಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡಬೇಡ ಸರ್ ನಿನ್ ಪಾಕೆಟಲ್ಲಿ ಎಷ್ಟಿದು ಏನ್ లేదు ಹಾ ಸದ್ಯಗೆ ಹೋಗು ಏನ್ ಮಾಡ್ತ ನೀವು ಇಲ್ಲೇ ಮಾತಾಡ್ತಾ ಯಾರನ್ನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ ഹലോ 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 അല്ല പൈലോ എക്സി പൈലോ താൻ എവിടുന്നാ ഞാൻ കുറെ ദൂരം അവിടെ പോലീസില്ലേ ലോ ആൻഡ് ഓർഡറില്ലേ ക്രൈം ആൻഡ് പണിഷ്മെന്റില്ലേ ട്രാഫിക് റൂൾസില്ലേ അബ്കാരി ആക്ട് ഇല്ലേ എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങനെ കേരളത്തില് പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ചത്? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. നോക്കി നിൽക്കാതെ ഇത് നാട്ടിൽ കൂടി. പായസം അസലായി എന്ന് വെച്ച് ബാക്കിയൊക്കെ മോശമാണെന്നല്ല. ഒന്നും ശരിയായി കാണില്ല. പഴം കഴിക്കാമായിരുന്നു. അതെങ്ങനെ? എന്തെങ്കിലും ഒന്ന് സഹായിച്ചു തരാൻ പറഞ്ഞ ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നിനൊന്നും മെച്ചം. കേട്ടോ കേട്ടോ, സത്യം പറഞ്ഞാൽ കേസന്വേഷണത്തിന് വന്ന ശേഷം ഇത്രയും പ്രമാദമായ ഒരു സദ്യ ഉണ്ടിട്ടില്ല. ഞങ്ങൾ പാവങ്ങളാണ് സാറേ. ചെയർമാന്റെ വീട്ടുകാരാണെങ്കിൽ വലിയ സ്ഥാനികളാ. ഇവിടെ കമ്മീഷണർ എന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ. കേട്ടോ, കാൽ കാശ് ഞാൻ സമ്പാദിച്ചിട്ടില്ല. ആളുകൾ വെറുതെ അതും ഇതും പറയുന്നതാ. പെൻഷൻ പറ്റാൻ ഇനി അധിക കാലമൊന്നുമില്ല. അത് ഓർക്കുമ്പോ ഇപ്പോഴേ ഒരു ആദ്യ. ഉള്ള കാര്യം വാഴ ചൊടിക്കാതെ പറ മനുഷ്യ. അവർ അന്യ ആളുകളൊന്നും അല്ലല്ലോ. ഡൽഹിയിൽ എന്തെങ്കിലും ഒരു പണി തരാക്കിയാൽ ഒന്ന് പറഞ്ഞേ. ഇവിടെ എന്താ ജോലി? മുനിസിപ്പൽ കമ്മീഷണർ. മുനിസിപ്പൽ കമ്മീഷണർ. കമ്മീഷണർ ഒന്ന് ചെയ്താലോ ചീഫ്? നമുക്ക് ഇദ്ദേഹത്തെ ഹൈ കമ്മീഷണർ ആക്കിയാലോ? അങ്ങ് സിംഗപ്പൂരിൽ. അല്ല, അവിടെ നമ്മുടെ കിഴം ഒരു ഊരുമില്ല. ചീഫ് ഒരു വാക്ക് പറഞ്ഞാ മതി. എന്താ സമ്മതമാണോ? എല്ലാം അവിടത്തെ ഇഷ്ടം പോലെ. നമുക്ക് പോവാം. അല്ല, കാപ്പിയോ ചായയോ മറ്റോ? അതെ, എന്തെങ്കിലുമൊക്കെ കഴിച്ചപ്പോ വിശ്രമിച്ചിട്ട് പോകാതെ. അതിന് സമയമില്ല, ഫയൽ നോക്കാനുണ്ട്. കമാൺ. നമ്മൾ അതിഥികളല്ലേ, അതിഥികളുടെ വിശ്രമിച്ചിട്ടൊക്കെ പോവാം. ഫയൽ നോക്കാനുണ്ടെന്ന് മനസ്സിലായില്ലേ? അത് നാളെ ആയാലും Get up, man. എന്നാ പിന്നെ ഞങ്ങള് എന്ത് ചെയ്യാം? ഇതാ ഞങ്ങളുടെ മൂത്ത മോൻ ബാബുക്കുട്ടൻ. ബാബുട്ട, സാറന്മാരെ മനസ്സിലായോ? ഡൽഹിയിൽ നിന്ന് വന്ന ഓഫീസർമാരാ. CBI. ഇങ്ങോട്ട് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അത് ഇവിടെ ഡൽഹിയിലായിരിക്കും. ഓർ ഇൻ ബോംബെ, ഓർ കൽക്കട്ട, ഓർ മദ്രാസ്. ഡൽഹിയിലും ബോംബെയിലും ഒന്നല്ല, ഇവിടെ എവിടെ വെച്ച് തന്നെ. ഇവിടെ എവിടെയും വെച്ച് തന്നെ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. ഫയൽ വെക്കണ്ട ബോസ്. ഫയൽ നോക്കണ്ട. സാറിനറിയാലോ, 14 വർഷമായി ഞാൻ എന്റെ ഹോട്ടൽ വ്യാപാരം തുടങ്ങി. ഇതുവരെ ഏതാവത് കംപ്ലൈന്റ് വന്നിരിക്ക? പോട്ടെ സ്വാമി, നമുക്ക് ശരിയാക്കാം. ഞാൻ തിരുപ്പതി ശ്രീ വെങ്കടാചലപതിയെ ദിനവും കുമ്പിടുന്ന ആൾ. തല പോനാലും പോയി சொல்ல மாட்டேன். 3 நாள் பழக்கம் வந்த சோறு அப்படி வெளியே போட முடியுமா? அது சரி. நான் சொன்னேன், தோசையில ஆட்டி போடுறா. அவன் செய்த. அது தப்பா? இதுல எந்தோன்னு தப்பு? ஆனாலும் உங்களுடைய ஹெல்த் ஆபீசர் எனக்கு ரொம்ப தொந்தரவு பண்ணியாச்சு. நான் ஒன்னு கேட்கட்டும், ஒரு வாரம் பழகிய பாட்ட தயிரிலே புழு கிழு ஏதாவது வராம இருக்குமா? அது ஏன் குற்றமா? സ്വാമി, കാര്യങ്ങളൊക്കെ മുറ പോലെ നടന്നാ സ്വാമിക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം.
അല്ലെങ്കിൽ ഞാനിവിടെ ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനാ? അത് താ എനിക്ക് പെരിയ സമാധാനം. വാങ്ങ മാട്ടിയ അയ്യോ എന്താ ക്ലാസ്സിൽ കുറിക്ക് നീ ക്ലാസ്സിൽ കുറിച്ചാ എന്തിനാ ക്ലാസ് നിന്നെ വന്നുണ്ടല്ലോ പറയാം ക്ലാസ് ഊര് എന്തിനാ എടുത്തു തരാം പിന്നെ പറയാം കുറിക്കോ വരണം സാർ. ഇത് മറ്റാരുമല്ല, നമ്മുടെ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. എങ്കയോ പാത്ത മാതിരി എന്നയോ അമ്പയാണ്. ഏയ് സ്വാമി പാത്തിരിക്കാനിടയില്ല. ഇവര് പെരിയ ഓഫീസേഴ്സ് ഡൽഹിയിൽ നിന്ന് വന്നതാണ്. സ്വാമി ഇന്നത് മുഴുവൻ ദഹിച്ചു. ആ തല്ലിപ്പൊളി ചെറുക്കന്റെ അടുത്തുനിന്ന് ഉരുവത്തിൽ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നപ്പോ ദായിരിക്കുന്നു ആ പീറപ്പട്ടന്. ഇന്ന് ആരെയാണോ കണിയേണ്ടത്? ഇക്കണക്കിന് പോയാ അധികം കാലം ഞാൻ ജീവിച്ചിരിക്കില്ല അല്ലയാ. ടെൻഷൻ അടിച്ചടിച്ച് ഹാർട്ട് അറ്റാക്ക് വരും. നമുക്ക് പടപടാന്ന്. അയാൾ ആരാടാ? അയാൾ ആരാ? ഇപ്പൊ തീർന്നല്ല. ആളാരാന്ന് പറയാ അങ്ങനെ? അയാളാണ് വെങ്കടേശ്വര ഭവൻ പ്രൊപ്പറേറ്റർ, എന്റെ പഴയ അന്നദാത. മറിയാമ്മ തടിച്ച ആനി സിസ്റ്റർ ഇതെങ്ങോട്ടാ കുണുങ്ങി കുണുങ്ങി പോണത്? നോക്കി നോക്കി മനുഷ്യന്റെ കൺട്രോള് പോയി. ഓ ആരാ? അയ്യോ പോലീസാ? എന്താ സാർ? அண்ணனுக்கு இன்சூரன்ஸ் மேட்டர் கிடைச்சுன்னு நினைக்கிறேன். ഓക്കെ സാർ. Excuse me. May I help you? Yeah. ഓർത്തോയിൽ ഏതാ ഡോക്ടർ ഉള്ളത്? ഡോക്ടർ കൈലാഷ് ആൻഡ് ഡോക്ടർ സാം. ഇന്ന് ഡോക്ടറെ കാണുന്നുണ്ടോ സർ? നോ, ഐ ആം ജസ്റ്റ് എൻക്വയറിംഗ്. ഓ ഓക്കെ. ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, എനിക്കറിയാൻ ചോദിക്കാൻ. മൂപ്പിലെ എന്റെ കെട്ടിയവനെ കണ്ടോ? കെട്ടിയോനോ? ഇതേതാണ്? നമ്മളെ നത്തിന്റെ പെണ്ണാ. ഓ അത് നത്തിന്റെ പെണ്ണ് നിന്റെ കെട്ടിയോള്. ഞാൻ നാരായണേട്ടന്റെ ഭാര്യ. മൂപ്പിലെ പറ, എന്റെ നാരായണേട്ടനെ കണ്ടോ? ഞാൻ കണ്ടിട്ട് 1-2 ആഴ്ച. ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല. ഓ, ബോട്ട് കടവിൽ നോക്കി, ചായക്കടയിൽ നോക്കി, ഷാപ്പായ ഷാപ്പൊക്കെ തിരക്കി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എവിടെയായാലും നമുക്ക് പോയി അന്വേഷിക്കാം. വാടോ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് കയറി ചെല്ലാൻ പറ്റുമോ? എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തിയാ. ശാന്തമ്മയോ? ഏത് ശാന്തമ്മ? എന്റെ ദൈവേ, വെറുതെയാണോ എന്റെ കെട്ടിയോൻ എന്നെ തിരിഞ്ഞു നോക്കാത്തെ? എന്റെ കെട്ടിയോനെ മയക്കെടുത്തോളം ഞാൻ കൊല്ലും. കൊല്ലലൊക്കെ റോട്ടില് ഇവിടെ പറ്റില്ല. വാടോ, പോയി അന്വേഷിക്കാം. വണ്ടിയെട്. അതേ നത്ത് തന്റെ അച്ഛൻ. നാരായണേട്ടാ, നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. എന്താ നാരായണേട്ടാ ഇങ്ങനെ? അവിടെ നിൽക്ക് നാരായണേട്ടാ. നാരായണേട്ടാ, നാരായണേട്ടാ ഓമനയാ വിളിക്കുന്നെ. അവിടെ കൈവിട്ട് തന്നോ നാരായണേട്ടാ. അയ്യോ എനിക്ക് അയ്യോ. വണ്ടിയിടോ, വണ്ടിയിടോ. നമ്മളെ കൊല്ലണം. വണ്ടി എടുക്കണോ? ചോടിയിടോ അങ്ങോട്ട്. ഉറക്കം തൂങ്ങി അങ്ങോട്ട് എടുക്കണോ? ഓ അയ്യോ, ഈയുടെ ഒരു മോണത്തെ വണ്ടി വേഗം അങ്ങോട്ട്. നീ ഇങ്ങനെ ഓടാനും വിളിക്കാനും നിന്നാ ശരിയാവില്ല. അല്ല ഞാൻ എന്ത് ചെയ്യാനാ? കൊടുക്കാനാണെ കാശുമില്ല കയ്യിൽ. എടാ നീ ഒന്ന് കാര്യം പറഞ്ഞ മനസ്സിലാക്ക്. നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ? അട്ട പിടിക്കുന്ന പോലെ പിടിക്കും. ഇരിക്കണ പണ്ടാരം. നീ എങ്ങോട്ടാ ഓടുന്നേ? വാ. എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത്? എവിടൊക്കെ എന്നെ നടത്തിച്ചു. വെളുപ്പിനെ 7 മണിക്ക് വന്നതാ. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ.
എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നമസ്കാരം സാർ. ഇൻവോയ്സ് അല്ലേ? ഇറങ്ങോ. ശരി. ഇറക്കാൻ. Good morning, uncle. ഗുഡ് മോർണിംഗ്. I am Roshan from Roshan Poultry. വരീദ് മുതലാളിയുടെ സണ്ണാണ്. ഓഹോ, വരീദ് മുതലാളിയുടെ മനാണല്ലേ? ഇരിക്കൂ. കുടിക്കാൻ? No thanks. ചെറുപ്പത്തിൽ കണ്ടതാ. ബാംഗ്ലൂർ പഠിക്കാനല്ലേ? Yeah, final medicine. വെരി ഗുഡ്. I was going to meet my friend, you know. Then my father entrusted me something to give you. എന്തോ ഇൻവോയ്സ് ആണെന്ന് തോന്നുന്നു. ലോഡിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയാൻ നിൽക്കായിരുന്നു. ഏതായാലും പേയ്മെന്റ് കൈയോടെ കൊണ്ടുപോയിക്കോളൂ. ഓ നോ, അത് ഡാഡി വന്ന് വാങ്ങിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഓക്കെ മിസ്റ്റർ റോഷൻ, ആ പഴയ ഒരു പേയ്മെന്റ് ബാലൻസ് ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയിക്കോളൂ. വെൽ 6300. ഒരു 10,000 രൂപയ്ക്ക് വൗച്ചർ എഴുതിക്കോളൂ. പെൻ പ്ലീസ്. ഡാഡിക്ക് പുതിയ ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ലോഡ് വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഓ ഷുവർ ഷുവർ. 10,000? യെസ്, 10,000. നമസ്കാരം. എന്താ? ഞാൻ കണിയാമ്പറ ഷട്ടേഴ്സ് വരാണേ. ഇവിടെ ഷട്ടറ സർവീസ് ചെയ്യണ്ടേ? അതെ അതെ, ചെക്കൻ പിടിച്ചിട്ട് അനങ്ങുന്നില്ല. ഒക്കെ ശരിയാക്കാന്നേ. എന്താ പേര്? ഞാൻ ദിലീപാണ്. ദിലീപ, ഇത് സ്ഥലം ഇട്ടോളൂ. ഞാനാ ചെയ്തതാ. എന്റെ വയറിനകത്ത് ഇവിടെ ഇവിടെ നല്ല സെറ്റ്. വരണം സാർ, അങ്ങോട്ട് പോയി കാണാം സാർ. ഇതിലെങ്ങോട്ടാ പോയത്? മുൻപ് പറഞ്ഞ ദിലീപിനെ പറ്റി എനിക്കൊന്ന് അറിയണം. ഇത് സാരമില്ല, അവളെ എനിക്ക് അറിയാവുന്നേ. സിവിൽ സപ്ലൈ കോട്ടയിൽ കിട്ടേണ്ട ഗോതമ്പ് ഗവൺമെന്റ് അറിഞ്ഞ് തുറമുഖത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഇത്രയല്ലേ വേണ്ടു? 1,00,000 രൂപ മന്ത്രിക്ക്, 10,000 രൂപ എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് 5 പോരെ? അതെന്താണ് കാവറൂട്ടി? 1 കിലോവേ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടും. 1 ചാക്ക്, 1 ലോഡ്, അങ്ങനെ എത്ര എന്താ എറിയ കൂട്ടിയ? പിന്നല്ലാണ്ട് അനക്ക് 10 10 കപൂലെ കപൂല്. ഹലോ, മലേന്ദ്രാണോ? ഞാൻ ദിലീപ് കുമാർ. നിങ്ങൾ അവിടെ പോയി പറഞ്ഞാ മതി. ഹലോ, ഹലോ ആണോ? ഞാൻ ദിലീപ്. പോയാലൊക്കെ നടന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സംസർഗായേ ഗുണ ദോഷാഗുണ ഭവന്തേ.
ആരോട് സംസർഗം പുലർത്തുന്നുവോ അപ്പഴേ നമുക്ക് കാണുമല്ലോ. കാര്യമുണ്ടെന്ന് വെച്ചോളൂ. എപ്പോഴാണ്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങള് മന്ത്രിയായിട്ട് പെരുത്ത് ലോകത്തിലാ? എന്റെ കാവറൂട്ടി സാഹിബേ, 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ചാടിയതാ. അവൻ രാഷ്ട്രീയം ജീവിതമാക്കി, ഞാൻ പിന്നെ എപ്പോ എവിടെയും കയറി ചെല്ലാം. ഇരിക്കണം. എന്താണ് മലക്കോണത്? മാലയിട്ടതല്ലേ ഉള്ളൂ, മനസ്സിലായില്ലല്ലോ. പിയെ പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കാവറൂട്ടി. ഓ, റസീന ഫ്ലവർ മിൽസിന്റെ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈന്റെ കോതമ്പിന്റെ ഇത്തവണത്തെ കോട്ട ഞമ്മക്ക് കിട്ടണം. നിങ്ങളാണല്ലോ അതിന്റെ മന്ത്രി, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അത് ഞാൻ നിങ്ങളൊന്നും പറയണ്ട. ഇതെങ്ങനെ മേങ്ങി വെച്ചാലി. പണമാണോ? തന്നെ പൈസ തന്നെ. മിസ്റ്റർ കാറൂട്ടി, നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് ജനലക്ഷങ്ങളെയാണ്. നിങ്ങൾ ഗോതമ്പ് വാങ്ങുന്നു, പൊടിക്കുന്നു, അത് തിരിച്ച് ഗവൺമെന്റിന് തന്നെ കൊടുക്കുന്നു. ലക്ഷങ്ങൾ അത് ഭക്ഷിക്കുന്നു. നടക്കട്ടെ. കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈപിടിച്ച് കരകയറ്റുക, അതിൽ നിന്നുണ്ടാകുന്ന ആത്മസംതൃപ്തി, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. മൈ മോട്ടി. ഹലോ, സിവിൽ സപ്ലൈസ് മിസ്റ്റർ രാമൻ ഉണ്ടോ? രാമൻ, ഞാൻ ബാലേന്ദ്രനാണ്. മിനിസ്റ്റർ തന്നെ. ഇപ്രാവശ്യത്തെ ഗോതമ്പിന്റെ സ്പെഷ്യൽ കോട്ട റസീന ഫ്ലവർ മിക്സിന് കൊടുത്തേ. അല്ല, നമ്മളെ പാർട്ട്ണർ കരീം അവിടെ ഉണ്ടാവും. ഈ സാങ്ഷൻ അടിച്ച് ഓന്റെ കൊടുത്തിട്ട് നിങ്ങൾ ആളോട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. എന്താ മിസ്റ്റർ, ഞാൻ പറഞ്ഞാൽ പോരുന്നുണ്ടോ? അതല്ല, നിങ്ങളെ പോലുള്ള ആളന്മാര് അങ്ങോട്ട് വിളിച്ചു പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഓല പത്രാസ് കാണണം. അതാണ്. മിസ്റ്റർ രാമൻ, റസീനയുടെ പാർട്ണർ മിസ്റ്റർ കരീം അവിടെയുണ്ട്. സാങ്ഷൻ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇലക്ഷനൊക്കെ ഭയങ്കര ചെലവാ. മുള വാങ്ങി പന്തലിട്ട് 4 മൈതാന പ്രസംഗം നടത്തുമ്പോ ചെലവാകുന്ന ലക്ഷങ്ങളല്ലേ. ഹലോ. ഓക്കെ രാമൻ. താങ്ക് യു. കാറൂട്ടി, സാങ്ഷൻ അടിച്ചു. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ അവിടെ ചെന്നാലുള്ള ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ. സാരമില്ല. അപ്പൊ നമ്മള് വരട്ടെ. പിന്നെ മുള വാങ്ങിച്ചു. ഹലോ, അതെ. ജയറാം സാറോ? ഇപ്പൊ പറ മോളെ. CBI സാറിന് ഫോൺ ഉണ്ടെന്ന് പറ. ഫോണോ? എനിക്കായിരിക്കില്ല. എനിക്ക് തന്നെയാണോ? എനിക്ക് തന്നെയാണോ സുഭാഷിനെ? അല്ല, സുഹാസിനെ അല്ല. സാറിന് തന്നെ. ഹലോ, ജയറാം ഹിയർ. ഓ, CBI ഓഫീസിൽ നിന്നാണോ?
എല്ലാം വിശദമായിട്ട് പറയാവടാ. നിനക്ക് വീടറിയാമല്ലോ. ആ നേരെ പോര്. പക്ഷെ ടിപ്പ് ടോപ്പിലേ വരാവൂ. ആ ബാക്കി അറിയാറ്റു. ഞാൻ പറയുന്നൊന്ന് കേക്കടാ. നീ ഒന്നും അറിയണ്ട. ഒരു കാർ പിടിച്ച് വന്നേച്ചാ മതി. ആ അതന്നെ അതന്നെ. ആ വരാമോ? വേറെ ആരുമല്ല, എന്റെ അസിസ്റ്റന്റാ ഫ്രം ഡൽഹി. അയാൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്ല, അപ്പോ സ്വീകരിക്കാൻ പോകണ്ടേ? ആരെ? ഞാനോ എന്റെ അസിസ്റ്റന്റെയോ? അല്ല, ജീപ്പോ കാറോ മറ്റോ വേണമെങ്കിൽ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർ കാർ പിടിച്ചെങ്കിൽ എത്തിക്കോളും. ഓ, കുഴപ്പമൊന്നുമില്ല. ഓ, അയ്യോ അയ്യോ, വരണം. നമസ്കാരം നമസ്കാരം. വരണം, വന്നാട്ടെ. അങ്ങോട്ട് അല്ല, സുമതിക്കുട്ടി, സുഹാസിനി, സുഭാഷിണി, വന്നേ വന്ന. ഇതാണ് CBS അസിസ്റ്റന്റ്, ഡൽഹിയിൽ നിന്ന് വന്നതാ. ഇത് സുഭാഷിണി, ഇത് സുഹാസിനി. ടാക്സി അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അകത്തോട്ട് വന്നാട്ടെ. വന്നാട്ടെ 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 വന്നാട്ടെ. ഹലോ മിസ്റ്റർ രാമദാസ്. ഹലോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? കഴിഞ്ഞ 15-ന് നിങ്ങൾ അയക്കണമെന്നാണല്ലോ ഞാൻ എഴുതിയിരുന്നത്. എന്താ ഇത്ര വൈകിയത്? ഞാൻ നിങ്ങൾ മുറിയിലേക്ക് വരൂ. കുറച്ച് ഫയൽസ് ഒക്കെ നോക്കാനുണ്ട്. അല്ല, അസിസ്റ്റന്റ് സ്ഥാനം വേറെ മുറി വേണമെങ്കിൽ. വേണ്ട, തൽക്കാലം എന്റെ മുറി കൂടട്ടെ. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരൂ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ ഓറഞ്ച് ജ്യൂസ് മതിയോ? ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് മോളെ 2 ഓറഞ്ച് ജ്യൂസ്. എന്താ സംഭവം? ഞാൻ പറഞ്ഞു. നീ ഇറങ്ങി. സത്യം പറ, നീ കല്യാണം കഴിച്ച് ഇവിടെ കൂടിയോ? താങ്ക് യു. ഓ, താങ്ക് യു. മോന്നല്ല വേറെ കാര്യം. പൊട്ടാൻ തയ്യാറായിട്ടാണല്ലോ നിന്റെ നിപ്പും. പറ്റിയ ഒരു പേരും സരിത. സീപ്പേട്ടന്റെ വിളി കേട്ടപ്പോ കയ്യിന്ന് വീണു പോയതാ ജാനുമ്മേ. എന്തൊരു ഗംഭീര ശബ്ദത്തിന്. എങ്ങനാ അല്ല, സീപ്പേട്ടന്റെ വിളി കേട്ടപ്പോ കുഞ്ഞനെ കാണുമ്പം പശു ചാണകം ഇടാൻ പോണത് പോലുള്ള നിന്റെ നിപ്പുണ്ടല്ലോ, അത് വേണ്ട. ഇതാരാ ഇത് പൊട്ടിച്ചത്? അതെ, സ്വതന്ത്രേട്ടാ. ഞാൻ സ്വതന്ത്രേട്ടൻ നിന്നോട് അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എണീറ്റ് പോടി. ഇത് ഞാൻ പറഞ്ഞിക്കൊള്ളാം. ഈ ഫോട്ടോ നിലത്തിട്ട് പൊട്ടിച്ചാരാന്നാ ഞാൻ ചോദിച്ചത്. ഇതും പൊട്ടിയോ? നന്നായി. എനിക്കറിയാം ഇത് ചെയ്തത് നിങ്ങൾ തന്നെയാ. ഒരു സാധനം ഈ വീട്ടിൽ വെക്കാൻ പറ്റാതായിട്ടുണ്ട്. ഇനി എന്നോട് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി എന്തെങ്കിലും സാധനത്തെ തൊടുകയോ ചെയ്താൽ അപ്പം അറിയാം. ഇത് എന്റെ വീടാ. വീടാരതാണെന്ന് അടുത്ത് തന്നെ കോടതി തീരുമാനിക്കും. അതുവരെ ഉള്ളു ഈ തുള്ളല്. വെറുതെ പറയാനുള്ള നേരെ പറഞ്ഞു. CP വെറും പൂജ്യമാണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. ആ വിചാരം തെറ്റാണെന്ന് നാളത്തെ പത്രം വരുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അന്തർ സംസ്ഥാന മോഷ്ടാവിനെ അതിസാഹസികമായി പിടികൂടി. 30ഓളം മോഷണ കേസുകളിൽ പ്രതിയായ ഡേഞ്ചർ ദാസപ്പൻ എന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ ഏറെ നേരം നീണ്ടുനിന്ന സംഘട്ടനത്തിനു ശേഷം സബ് ഇൻസ്പെക്ടർ പുരുഷോത്തമൻ അതിസാഹസികമായി പിടികൂടി. ഞാൻ നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്ന് സമാധാനിക്ക് CP. ഇതിലും നല്ല എന്തോ വരാനുണ്ട്. ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ മഹാമാരൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റ ചവിട്ടിയെന്നാ നീ കോക്കറാങ്കര വഴി അമേരിക്ക പോയി കിടക്കും. അടങ്ങ് CP. ഈ കോക്രാങ്കര മുഴുവനും CPയെ ബഹുമാനിക്കുന്നൊരു ദിവസം വരും. വരാനുള്ള വിപ്ലവമൊന്നും വഴി തങ്ങില്ല. താൻ ഒലത്തും ഈ ഉണക്കത്താടിയും വെച്ച്
സഖാവ് തിക്കോയി. ഇവിടെ മാത്രമേ ലോകത്തെങ്ങുമില്ലാത്ത കുറെ പേരുകൾ. പിണ്ടാണി, തിക്കോയി, ചീപ്പി, ചതന്തരൻ. നെഞ്ചിനുള്ളിൽ നീയാണ് എന്റെ മുന്നിൽ ചീപ്പ് മോലാളിയേ. ചീപ്പി മോലാളിയേ, ഒന്നെങ്കി വാ. വെറുതെ കാരണവരെ വിളിച്ചോ. ഞാൻ ജാമ്യത്തിലിറങ്ങി. എങ്ങനെയാണെന്ന് ആയിരിക്കും ആലോചിക്കുന്ന അല്ലേ? ഒന്ന് ഫേമസ് ആയ പോരെ. ഇവിടെ ഗോവിന്ദസ്വാമി അവരെയും ജാമ്യത്തിലിറക്കാൻ ആളാ. അപ്പഴാ നന്ദിയുണ്ട് സി പി മോലാളി, നന്ദിയുണ്ട്. പത്രത്തിലെ പരസ്യം കണ്ടിട്ട് പിണങ്ങിപ്പോയ എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളിപ്പോ തിരിച്ചു വരാതെ എനിക്ക് ഫോൺ ചെയ്തതേ ഉള്ളൂ. പിന്നെ അടുത്ത ആഴ്ച ഞങ്ങളുടെ അസോസിയേഷൻ ഓൾ കേരള തസ്കർ സംഘം അവരെനിക്കൊരു സ്വീകരണം തരാൻ പോവുക. എല്ലാത്തിനും കാരണം എന്റെ സി പി മോലാളി ആണ് കേട്ടോ. ഈ ഉപകാരം ഞാൻ മരിച്ചാലും ഓർക്കും. സി പി മോലാളി വിഷമിക്കണ്ട. സി പി മോലാളിയുടെ പടവും ഞാൻ പത്രത്തിൽ വരുത്തും. ഞാനാ പറയുന്നേ. ഈ ഡേഞ്ചർ ദാസപ്പൻ പോട്ടെ എന്നാ. എടോ, പത്രത്തിൽ നിന്റെ ഫോട്ടോ വരും, ചരമകോളത്തില്. നോക്കിക്കോ. ഇദ്ദേഹവും സി പിയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അത് പറയാതെ ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിയമപരമായിട്ട് മാത്രം നമ്മൾ തമ്മിൽ നേരിട്ട പോരാ, കുറച്ച് കായികം കൂടി ആവശ്യം വരും. പൊങ്ങട്ടെ, വേഗം മുന്നോട്ട് പൊങ്ങട്ടെ. പൊക്കെ പൊക്കെ സർവീസിലിരിക്കെ മരിച്ച പിതാവിന്റെ ജോലി ശ്യാമളയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതുപ്രകാരം ഈ സ്കൂളിൽ ജോലിക്ക് കയറിയ ശ്യാമളയെ 1.5 കൊല്ലത്തിന് ശേഷം യാതൊരു കാരണവുമില്ലാതെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. ശ്യാമളയ്ക്ക് പകരം തമ്പി തന്റെ ഇഷ്ടക്കാരിയെ ആ സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അകാരണമായി പിരിച്ചുവിട്ട ശ്യാമളയെ സ്കൂൾ മാനേജ്മെന്റ് തിരിച്ചെടുക്കുന്നതുവരെ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവളാണ് ആ സമരക്കാരി. അവളുടെ ഒരു ജാട കണ്ടില്ലേ? ഞാൻ പോയി 4 വർത്താനം പറയട്ടെ. വേണ്ട തങ്കമണി, അതാ നമ്പീശൻ മാഷിന്റെ മോളാ. അതുകൊണ്ട് എന്താ, എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാശ് നമ്മുടേതാ. സംഗതി പ്രശ്നമായ കൊടുത്ത 5 ലക്ഷം രൂപ പോയി കിട്ടും. ഇങ്ങോട്ട് വാ, കേറി പോവാ. സമരം എന്റെ വല്ല സഹായവും വേണമെങ്കിൽ പറയണം. നാരങ്ങ വെള്ളോ സർബത്തോ, ചൂടല്ലേ, ലേശം സംഭാരായാലോ ബേഷാവും. ഇപ്പൊ തന്നെ കണ്ടോളാം. ഇങ്ങോട്ട് നടക്ക് സി പി. സി പിക്ക് ഇത്ര നാണം പോലെ. ഇത് വേണമെന്നുണ്ടാണ്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലായ്മ പോലെ. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. കഴിഞ്ഞൊക്കെ സി പി മറന്നില്ലേ, അതുപോലെ അവരും മറന്നിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് മാദേവി കൊണ്ട് ആവശ്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചേട്ടന് വേണ്ടിട്ട് എന്താ സി പി? അത് മനസ്സിലായി. ഇപ്പൊ എന്താ വേണ്ടേ? സി പി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സോമൻ തമ്പി മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. സോമൻ തമ്പി മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. നിങ്ങളുടെ ഉദ്ദേശം? അല്ല, കുട്ടിയെ പോലൊരു ചെറുപ്പക്കാരി, പോരാത്തിന് സുന്ദരി, ഇങ്ങനെ സമരം ചെയ്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോ എന്നെ പോലെ ദീനാനുകമ്പയുള്ള ഒരാൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണ്ടേ? ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ട്. പിന്നെ ഒരുപാട് തിരക്കിനിടയെന്നാണ് സി പി ഇങ്ങോട്ട് വന്നത്. അപ്പൊ വേണ്ട വിധത്തിൽ ഒന്ന് കണ്ടേക്കണം. വേണ്ട വിധത്തിൽ എന്ന് വെച്ചാ? അല്ല, ഒന്ന് സഹകരിച്ചാൽ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനെന്ത് ഇയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം? അതൊന്നും സി പിക്ക് ഇഷ്ടമല്ല. ആണോ സി പി? അല്ല, നമുക്കിതൊന്ന് കൊഴിപ്പിക്കണ്ടേ? ആരെ വേണേലും വിളിക്കാം. മാതൃഭൂമിക്കാരെയോ മനോരമക്കാരെയോ, വേണമെങ്കിൽ അല്പം ചില്ലറ കൊടുത്ത് ന്യൂസ് ഒന്ന് വിലപ്പിക്കാം. സി പിക്കും കൂടെ ഒരു പ്രമോഷൻ കിട്ടാവുന്ന വിധത്തിൽ. വലിയൊരു മനസ്സിന്റെ ഉടമയല്ലേ, അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. കഴിഞ്ഞു. എങ്കിൽ സ്ഥലം വിട്. കുട്ടി, ന്യൂസിൽ ഇപ്പൊ പെട്ടെന്ന് വരാനാണെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ല്. പിന്നെ സ്ഥിരമായിട്ട് ഫോട്ടോ അടക്കം വരാനാണെങ്കിൽ പീഡന കേസ് ബെസ്റ്റാ. എല്ലാരും ഒന്ന് ശരിക്കും കണ്ടോ, ഇത്തവണത്തെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആകാൻ പോകുന്ന ആളാ. ഇങ്ങനെ എപ്പോഴും നന്നായിട്ട് പെരുമാറാറുണ്ടോ? ബാക്കിയുള്ള മുള്ളി നിൽക്കുമ്പോഴേ അവന്റെ ഒരു ആര് പറഞ്ഞു മുള്ളി കയറി നിൽക്കാൻ? നാട്ടുകാരെ തട്ടിച്ചും വെട്ടിച്ചും പണം ഉണ്ടാക്കിയപ്പോ ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? വേലയും കൂലിയില്ലാതെ തേരപ്പാര നടന്നിട്ട് 3 നേരം വന്ന് മൂക്കറ്റ തിന്നുന്നുണ്ടല്ലോ. എവിടുന്നാ ഇതൊക്കെ? ഗീർവാണോന്ന് എനിക്ക് കേൾക്കണ്ട. ചോദിച്ച കാശ് തരുന്നുണ്ടോ? എടാ, ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണറല്ലേ? മുനിസിപ്പൽ കമ്മീഷണർ അല്ല, പോലീസ് കമ്മീഷണർ ആയാലും എനിക്കൊരു ചുക്കില്ല.
നനഞ്ഞിറങ്ങിയാ കുളിച്ചു കയറണം. അതിന്റെ ഇടയിൽ നിന്റെ ഒരു ചീഫ് കളി കാണുമ്പോഴാ എല്ലാം വലിച്ചെന്ന് എനിക്ക് പോകാൻ തോന്നുന്നത്. ചൂടാകാതെ കാര്യം പറ മോനെ. 1 രൂപ മോട്ടിച്ചാലും 1 കോടി മോട്ടിച്ചാലും കള്ളൻ കള്ളനാ. ഓ, അവന്റെ ഒരു തത്വജ്ഞാനം. ഞാൻ അറിയാൻ വയ്യാൻ ചോദിക്കുക, നമ്മളിപ്പോ ആരാ? ഞാൻ KP ജയരാമൻ, MA സെക്കൻഡ് ക്ലാസ്. നീ R രാമദാസൻ, BCom തേർഡ് ക്ലാസ്. ക്ലാസിഫിക്കേഷൻ ഒന്നും വേണ്ട. നമ്മൾ എന്തർത്ഥത്തിലാ ഈ ചാപ്പാട് പഠിച്ചൂടെ കഴിയുന്നത്? ഒരർത്ഥവും ഇല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് അല്ലാണെന്നും. ദൈവത്തിനെ വിട്, ഞാൻ പറയാം. നമ്മൾ അസല് ഫ്രാഡുകളായതുകൊണ്ടാ. ഫ്രാഡുകൾ തന്നെ അല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ നിന്റെ ഭാവം കണ്ടാ തോന്നും സ്വർഗത്തിന്റെ എങ്ങാണ്ട് ഇറങ്ങി വന്നതാണ്. എന്ത് വർത്തമാനമാണ് ഇത്? അതിനല്ലാതെ ഞാൻ വെറും തറ, നീ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവൻ. പക്ഷെ എന്റെ വാചകത്തിലാണ് നിന്റെ കളികളൊക്കെ ഏക്കുന്നുള്ളത് നീ മറക്കരുത്. ഓ, അതാണോ കാര്യം? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ പറയും. പറഞ്ഞോ, പറയേണ്ടതാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ പറഞ്ഞു കേറുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ണു കാണിക്കണം, എന്നാലും എനിക്ക് ഒപ്പത്തിന് എത്താക്കൂ. അത് ശരി. പിന്നല്ല എങ്ങനെ അടിക്കണം? കുട്ടിത്താനം കുറിപ്പ് കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും. അതിന് ഒരുത്തിന്റെ ഒത്താശയൊന്നും വേണ്ട. അതുകൊണ്ടല്ല ആശാനെ. ആരടാ നിന്റെ ആശാൻ? നിന്നെ ഞാൻ കൂടിപ്പള്ളി കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? പോട്ടെ കുറിപ്പേ, സാറ് പറഞ്ഞോണ്ട് ഐ നെവർ മൈൻഡ്. സാറിന് എന്നെ എന്തും വിളിക്കാം. സാറാര്? യവനാര്? യവൻ ഒരു ഡൂക്കില് 7-ാം കൂലി. ഓ, എന്നാലും എന്റെ അസിസ്റ്റന്റ് അല്ലേ കുറിപ്പേ. സാറെ മാനിക്കും, മരിച്ചാലും മാനിക്കും. ഞാൻ എക്സ് മിലിറ്ററിയാ. ഇൻഡോ പാക് യുദ്ധത്തിൽ മരണാനന്തര വീരേക്രവും പരമവീരേക്രവും നേടിയവനാ. മരണാനന്തരോ? ജീവിച്ചിരിക്കുമ്പോഴോ? പോട്ടെ കുറിപ്പേ. ഇല്ലേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. നമ്മുടെ കമ്മീഷണറാണോ ചെയർമാനാണോ തമ്മിൽ ഭേദം? അല്ല, കുറിപ്പിന് വരെ രണ്ടുപേരെ അടുത്തറിയാവുന്നതാണല്ലോ. അങ്ങനെ ചോദിച്ചാ രണ്ടും മേപ്പടി തന്നെ. പിന്നെ ഒരു കാര്യത്തിൽ രണ്ടും മിടുക്കന്മാരാ, കൈയിട്ട് വരുന്നത്. അതൊന്നും നമുക്കറിയണ്ട, ഓരോരുത്തരും എടുക്കുമല്ലിരിക്കും. എന്നാലും കണ്ണിച്ചോര ഇല്ലാതെ ഇങ്ങനെ ചെയ്യാവോ സാറേ? പൊതുമോലെ കട്ടുമുടിക്കുന്നവനെയൊക്കെ ഷൂട്ട് ചെയ്യട്ടെ സാറേ? വേണം, അതിനല്ലേ ഞങ്ങൾ അയച്ചിരിക്കുന്നു. ഈ കുറിപ്പ് പാവാ സാറേ, കുഞ്ഞുകുട്ടി പരായണക്കാരനാ. എന്നെ വെറുതെ വിട്ടേക്കണേ. കുറിപ്പ് കരയാതെ കുറിപ്പേ. കുറിപ്പ് നടക്കുന്ന കാര്യങ്ങൾ അപ്പ ഞങ്ങൾ അറിയിച്ചോണ്ടിരുന്നാ മതി. കുറിപ്പിനെ ഞങ്ങൾ ഡൽഹിക്ക് കൊണ്ടുപോകലേ? ആട്ടെ ആശാനെ, അല്ല കുറിപ്പേ, ഈ വെട്ടിച്ച കാശൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? അത് കുറിപ്പ് പറയാം. ചെയർമാന്റെ വീട്ടിലെ പൂജാമുറിയില് ഗുരുവായൂരപ്പന്റെ ഒരു വലിയ പടമുണ്ട്. അതിനൊരു ഇരുമ്പെട്ടിയുണ്ട്, അതിനകത്താ. കേട്ടോ സാറേ, ചെയർമാന്റെ വീട് എന്റെ വീട് പോലെ, ചെയർമാന്റെ മക്കള് എന്റെ മക്കളെ പോലെ. ചെയർമാന്റെ എന്താ അതിന് മാത്രം കഴിച്ചില്ലല്ലോ സാറേ. ജയറാം സാറ് CBI ഓഫീസറാ, എന്റെ കമാൻഡിങ് ഓഫീസർ. അതെന്താ താൻ ചിരിച്ചേ? ഇവൻ ശരിയാകത്തില്ല. ഇവന്റെ കൂട്ട് സാറിന് വേണ്ട. ഇവനൊരു അലവലാതിയോ ഫ്രാഡ് ലുക്കോ. കുടിച്ച വെള്ളത്തിൽ പോലും സാറ് ഇവനെ നമ്പരുത്. നമ്പിയാ സുഹാസിനി. പല്ലിളിച്ചാ കാർക്കിച്ച് തുപ്പാൻ തോന്നും. പിന്നൊന്ന് സുഭാഷിണി. വാ തുറന്ന കരണ തടികളൊന്ന് വർത്താനേ പറയും. തന്തപ്പടിക്ക് ഇത്തിരി കലാബോധമൊക്കെ ഉണ്ട്. കണ്ടില്ലേ കെട്ടിവെച്ചിരിക്കുന്നത് അമ്പലം പോലെ. നാട്ടുകാരെ വിട്ടിച്ച കാശാണെങ്കിലും ദി കോംപ്ലിക്കേഷൻ ഓഫ് ദി റൊമാനിക്കേഷൻ ഇംപ്ലിക്കേഷൻ ഓഫ് ദി. അധികം ശല്യപ്പെടുത്തൂല, ഞാൻ ഉടനെ പോകും. എന്ത് ശല്യം?
ഞങ്ങള് ഈ എൻക്വയറിയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ക്ലീൻ ആണ് ഇവിടത്തെ കാര്യങ്ങള്. മാത്രമല്ല, ഈ വർഷത്തെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്റെ ഈ മുനിസിപ്പാലിറ്റിയാണ്. ഇങ്ങനെ പോയാൽ ചെയർമാനെ പിടിച്ചാ പിടികിട്ടൂലല്ലോ. ഓർമ്മ വെച്ച നാളെ മുതൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വേണം സാറേ ഞാൻ. ചെയർമാനെ ഒരു നിലയിൽ എത്തിച്ചിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ. അതെ ചീഫ്, നമുക്ക് ഇദ്ദേഹത്തെ ഈ ചെയർമാൻ ഓഫ് ദ ചെയർമാൻ ആക്കിയാലോ? ഓഫ് ദി മുനിസിപ്പാലിറ്റീസ് ഓഫ് ദി മുനിസിപ്പാലിറ്റി. കേട്ടില്ലേ? ഇല്ല. കിങ് ഓഫ് കിങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉസ്താദോങ്കി ഉസ്താദ് എന്ന് കേട്ടിട്ടുണ്ടോ? വല്ലഭനുക്ക് വല്ലഭൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഈ ഇന്ത്യയിലെ എല്ലാ മുനിസിപ്പൽ ചെയർമാൻമാരെ ചേർത്തോണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ ചെയർമാൻ ആക്കാം എന്ന് പറയായിരുന്നു. പ്രൈം മിനിസ്റ്റർ നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ചീഫ് ഒരു വാക്ക് പറഞ്ഞാ പോരെ? അയ്യോ, അതൊക്കെ വലിയ പദവിയല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി ചെറുതായിട്ടൊന്ന് നടത്തിക്കൊണ്ട് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ അല്ല, ഈ പദവിയും സ്വാധീനവും കൂടുന്തോറും അതിനൊക്കെ പ്രയോജനവും പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. 2 ആഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. എന്റെ വീട്ടിലാണ്. ഓമനെ ഡി പൊട്ടി ഇവിടെ ജനലേക്ക്. സത്യാണോ നീ എഴുതിയത്? അമ്മയാണോ സത്യം? എന്റെ ജീവിതം തൊലച്ചല്ലോ നീ. ഞാനോ? രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ? ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. ഓമനെ നീ കടുങ്കൈ ചെയ്യരുത്. അങ്ങനെ നിർബന്ധാണെങ്കിൽ പുറത്ത് പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട്. അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളമുണ്ട്. ആഹാ, അങ്ങനെ ഞാൻ ചാവുമൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. എന്റെ ഓമനെ എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം. ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? എന്റെ ഒഴിച്ച് വേറെ ആരെങ്കിലും പേര് പറയും. പേര് പറഞ്ഞാ പോരല്ലോ, ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണ്ടേ? ചൂണ്ടിക്കാണിക്കണം എന്തത്തെ നിർബന്ധം? അയ്യോ തേശാമ്മ, അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണം, അത്രേ ഉള്ളൂ. എന്നെ ഒന്ന് രക്ഷിക്കടോ. ചൂണ്ടപ്പം ഞാൻ നിന്ന് കൊടുക്കണോ? താൻ ഏൽക്കാണെങ്കിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. എന്നും എനിക്ക് ആ നന്ദി ഉണ്ടാവും. കാര്യം പറയാലോ, നല്ല കുട്ടിയാവണം. സാറേ, തെണ്ടിത്തരം പറയുന്നതിനോട് അതിര് വേണം. വൈഫില്ലേ? എന്തിനാ? പതുക്കെ പറ, അവര് കേൾക്കും. അതെ, ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും. പക്ഷേ എഞ്ചിനീയർമാരുടെ ഗർഭേറ്റെടുക്കാനൊന്നും പറ്റില്ല. താൻ ഏൽക്കണ്ടാന്നേ. പക്ഷെ ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ മാനം പൂടോ. നോക്കട്ടെ. നോക്കിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വല്ല വിഷവും കഴിച്ച് ഞാൻ മരിക്കും. തന്റെ ബില്ലോടെ കൊടുക്കും. മരിക്കൊന്നും വേണ്ട. കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത്? അമ്മയെ വേണോ? അച്ഛനെ വേണോ? ഭാര്യയെ വേണോ? ഭർത്താവിനെ വേണോ? ഭർത്താവിനെ വേണം. അവൾക്കൊരു ഭർത്താവിനെ കിട്ടിയ എന്നേക്കുമായി ഈ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി. എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം. എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ. ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം. എന്താ പോരെ? മതി മതിന്ന്. നടന്നോ. എന്റെ പൊന്നു കള്ള. ശരിയാണല്ലോ. സന്തോഷായല്ലോ. ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നിസ്സാര വാടകയ്ക്കൊരു വീട്,
അത്യാവശ്യം ഫർണിച്ചർ, പൈങ്കിളി പോലത്തെ ഒരു കുട്ടി, ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്നാമത് എനിക്ക് പോണം. പോവേ അപ്പൊ ഫസ്റ്റ് നൈറ്റോ? എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം. നാരായണ ചതിക്കല്ലേ, ഇപ്പൊ തന്നെ നീ പോയ അവൾ എന്റെ പഠിക്ക സത്യാഗ്രഹത്തിന് വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനേ? അയ്യപ്പൻ നേരത്ത് പുലിവാലായില്ലോ. നാരായണ കുറച്ച് ദിവസമെങ്കിലും അവളുടെ കൂടെ കഴിയേ. കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. താങ്കൾ വന്നേ. കരീംബായി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു 500 രൂപ കൂടി തന്നെ. എന്തിനാ? കത്തിക്കാൻ. അവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കൊണ്ടേ കത്തിക്ക്. നാരായണ ഇങ്ങോട്ട് വന്നേ. എന്താ ഇതും കൂടി ഇരിക്കട്ടെ, നീ അകത്തേക്കല്ലേ? അകത്തേക്ക് പോടോ. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട, അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? എന്നാ തലകുത്തി നിൽക്ക്. എന്തിനാ വിളിക്കണേ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണൻ എന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന്. മിസ്സസ് ഓമന നാരായണൻ. നല്ല ചേർച്ച. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ ചേട്ടന് ഇഷ്ടായോ? പിന്നെ എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ. അവിടെ ഇരുന്നാ മതി. ആദ്യം സംസാരിക്കല്ലേ? ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ. എന്റെ ഓമനെ. എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെയായിരിക്കും. ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ. വലിയ പുലിവാലായല്ലോ. അതെ, എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല. ഓർക്കാൻ വരുന്നു. കിടന്നോ. എനിക്ക് ചേട്ടന്റെ മാറിൽ തലചായ്ച്ചുറങ്ങണം. ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലേ? നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക്? ഞാൻ വിടില്ല. ഓമനെ, ഈ വെളിച്ചം നമുക്ക് വേണോ? കള്ളൻ, ഇങ്ങനെ നോക്കല്ലേ. അയ്യോ, പാല് തരാൻ മറന്നു. പാല് മണ്ണ കടന്ന് ലൈറ്റ് അണയ്ക്കുന്നുണ്ടോ? ആദ്യം ലൈറ്റ് അണയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? നാരായണേട്ടാ, നാരായണേട്ടാ, ഇതെവിടെ പോയി? നാരായണേട്ടാ, നാരായണേട്ടാ. SP பாலசுப்ரமணியம், S ஜானகி பாடும் பாடல் புலமைப்பித்தன் இயற்றியது, இளையராஜா இசையமைத்தது. திரைப்படம் நீங்கள் கேட்டவை. நேயர்கள் திருவெரும்பூர் தீரன் எழுநல்லி, ஏகனிவாயல் தென் பாரதி காமராஜ், எடையூர் ராஜேஷ் ராஜா, பூச்சி அத்திப்பட்ட ஸ்ரீதரன். സാർ, ആ
வேஸ்டா இருக்கா? துட்டு கொடுக்கலையே ஏன்? ஐயோ பாவம் மறந்துட்டாரா? அல்ல நோ சேம் I have no change, so I have to go to the next shop and get. മലയാളത്തിലെ പേശുങ്ക സാർ, പഠിപ്പ് கிடையாது. ഞാൻ നെക്സ്റ്റ് ഷോപ്പിൽ പോയി ചേഞ്ച് വാങ്ങി ഇപ്പൊ വരല. ചേഞ്ച് എவ்வளவு வேணும் உங்களுக்கு? 100 இல்ல 1000? எவ்வளவு வேணா சொல்லுங்க, எல்லாம் இங்க இருக்கு. എടാ കണ്ണാ, എന്നടാ ഏമാറിയ തുട്ടറാ? സാർ അവമാനിക്കരുത് സാർ. അച്ഛൻ തന്ന മോതിരമാണ്, സാരമില്ല, അഭിമാനമാണ് വലുത്. இதுக்கு ₹1 விலை வைக்கல. ரோல்டு கோல்டு தானே, மிச்சம் ₹6.50 யாரு? உங்க அப்பா கொடுக்குமா? ജോലി ചെയ്ത് തീർത്തോളാം സ്വാമി. ഉനക്ക് എന്നെ വില തരും? അക്കൗണ്ട് ജോലിയൊക്കെ இந்த ஷாப்ல அக்கவுண்ட் கிடையாது, எல்லாம் ரெடி கேஷ் தான், புரிஞ்சுதா? എന്നാ പിന്നെ ഉനക്ക് കിച്ചൻ വേല ഏതാവത് தெரியுமா? എന്നെ കൊണ്ട് അടുക്കള വേല എടുപ്പിക്കുന്ന കഷ്ടമാണ് സ്വാമി. ബികോം വരെ പഠിച്ചതാണ്. அப்படியா? பிகாம் படிச்சிருக்கா? ஆமா சாமி. பாஸ் ஆயிருக்கா? பாஸ் ஆயிருக்கு. நீங்க தனியே பிகாம் பாஸ் ஆயிருக்கா? ஆமா சாமி, 6 வருஷம் ஆயி. டேய் கந்தசாமி, அந்த முருகனை கொஞ்சம் கூப்பிடுறா. இவன் தான் முருகன். டேய் முருகா, நீ என்ன பரீட்சை பாஸ் ஆயிருக்க? எம்ஏ. உனக்கு என்ன வேலைங்க? கேட்டாச்சா? எம்ஏ காரனுக்கு சாயல், அப்போ பிகாம் காரனுக்கு என்ன வேலை கொடுக்கலாம்? தெரியுமா? நீ உள்ள போ, நீயும் போங்க. அங்க இல்லடா, இங்க. இதுக்கு இந்த கலசம் கிளசம் எல்லாம் கிழித்து போட்டு உள்ள தோர்த்து இருக்கு. தோர்த்து தோர்த்து தெரியாதா? தோர்த்து அதல்லடா, அது கோணம். இது பெருசு இருக்கு, இப்படியே சுத்தர் இருக்கு. நீ உள்ள போ. உங்க பேர் என்ன? ராம்தாஸ். நாயரா? கம்ப்ளீட் ஆயிட்டல்ல. என்ன ഇന്നു മുതൽ നീ രാമയ്യ. அங்க பூணூல் இருக்கு, அதெல்லாம் போட்டு ஜோராய் வேலை பண்ணு. போடா ஓ. இங்க மலையாளி பசங்களை யாரும் நான் வேலைக்கு வைக்க மாட்டேன், தெரியுமா? அவங்க யூனியன் கீனியன் எல்லாம் சொல்லி சண்டை போடு. அந்த மாதிரி ஏதாவது கேட்டா உன்னதான் உதப்பேன். போடா. എന്താണ്
ശരിയാക്കി തരാം. ശരിയായ തന്നെ. ഈ വീടിന്റെ വാതിൽ വരുമ്പോ കൃത്യമായിട്ട് നിന്റെ വണ്ടി കേടാവും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാ? ഒരു ഉണക്ക പടവും കൊണ്ടേ കാണിച്ചു പാതിരാത്രിക്ക്. സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് 50 വരെ ആകാശത്തോടെ പറക്കൂ. അതില്ല, ഇങ്ങനെ ചവിട്ടിക്കൊണ്ടു ഞാൻ പോവാ. പിന്നാണി എന്താ ഒരു നാറ്റം? അയ്യേ ഞാനല്ല, സിപി അടിച്ചിട്ട്. ഹലോ, എന്താ 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 ചേട്ടാ? കൊട്ടേഷനാണ്, കൊട്ടേഷൻ. പുതിയ ഐറ്റം വേസ്റ്റേർ. ചേട്ടണ്ടാ ചേട്ടാ സ്ഥലം കാലിയൊക്കെ നോക്ക്, അല്ലെങ്കിൽ ചീഞ്ഞാറും അവളുടെ സാമര. എന്നാ പിടിച്ചോ. സിപി എന്താ? വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായി. സിപി ഇനി എന്നാ ചീഞ്ഞാറും കയറി വാ. പിന്നാടി പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ തൊണ്ടോട്ട് നല്ലപോലെ വരച്ച് കഴിയുക. നിങ്ങളെന്നാ തള്ളേ പോത്തിനെ കുളിപ്പിക്കുന്നു? അതെ, കുളിക്കുന്നതിന് ജപിക്കുന്നൊക്കെ കൊള്ളാം. ഒരാഴ്ച പുറത്ത് കിടന്നുകൊണ്ട് വീടിനകത്ത് ഞാൻ കയറ്റത്തില്ല. എന്റെ വിപ്ലവ ജീവിതത്തിനിടയിൽ ഇത്രയും മാറ്റം സഹിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ സഖാവിന്റെ വിപ്ലവം വെളുപ്പിച്ചാലായിരുന്നു? ഈ നാറ്റം സഹിക്കാം, ഒരു കാര്യമില്ലാതെ സമരക്കാരിയുടെ വീട്ടിൽ പോയി നാട്ടിൽ സഹിക്കാൻ പറ്റാത്തത്. കണക്കായി പോയി, ഞാൻ സഹിച്ചു. ആ പിണ്ടോണി അവനെ ഇങ്ങോട്ട് കാണട്ടെ. സീപ്പേട്ടാ, ഇനി ഞാൻ പറഞ്ഞു വെച്ച് തരട്ടെ. പുറത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. തൽക്കാലം നീ ഉമ്മർക്ക് പോയി സാമ്പ്രാണി പോയിക്ക്. അവളുടെ ഒരു കുളിസയും കാണല്. ആഹാ, ഭവാനിയമ്മയോ? എന്താ പതിവില്ലാതെ? അദ്ദേഹത്തിന് കൊടുക്കാൻ കുറച്ച് പാൽപ്പായസമാണ്. പുള്ളിക്കാരനില്ലേ? ഏത് പുള്ളിക്കാരൻ? സിബി ഓഫീസർ. ആ, അദ്ദേഹം ഉറക്കവാ. ജോലി തിരക്കുള്ള വലിയ ഉദ്യോഗമില്ലയോ? എല്ലാത്തിനും ചിട്ടവട്ടങ്ങളുണ്ട്. ഉറങ്ങുമ്പോ ആരും ശല്യം ചെയ്യരുതെന്നാ. എങ്കിൽ നമുക്ക് പോവാമേ. അദ്ദേഹത്തിന് കൊടുക്കുന്നത് കൊടുക്കാതെയോ? ഞാൻ ഇപ്പൊ വരാം. അയ്യോ, ഞാൻ വിചാരിച്ചു സാർ ഉറക്കമാണെന്ന്. എടി സുഹാസിനി, സുഭാഷിണി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സാർ ഉറങ്ങുമ്പോ പോയി ശല്യം ചെയ്യരുതെന്ന്? മോളെ, അതൊന്ന് കൊടുക്ക്. പാൽപ്പായസമാണ്, അമ്പലപ്പുഴ പാൽപ്പായസം. ഇഷ്ടായോ എന്തോ? അസ്ഥലായിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയതാ. കുട്ടിക്കാലത്ത് പാൽപ്പായസം എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. കുട്ടയം കണക്കിന് പാൽപ്പായസം ഞാൻ കുടിച്ചു പറ്റിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടുമോ സിബി ചേട്ടാ? ഡൽഹിയിലെ അച്ഛനും അമ്മയും ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും കിട്ടും. അല്ല, വേറെ ആർക്കും വേണ്ടേ? ഏയ്, ആർക്കും വേണ്ട. വേണ്ട, സാർ കുടിച്ചോളൂ. സാർ വേണ്ടോ? ആർക്കും വേണ്ട. ആ, തുളസിക്ക് വേണോ? ഒന്നാന്തര അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നോ? മോഹനേട്ടൻ ദുബായിൽ നിന്ന് വന്നാലുടൻ സുഭാഷിനിയുടെ കല്യാണം നടക്കും. ആരായി മോഹനേട്ടൻ? അപ്പച്ചിയുടെ മോൻ. പൂത്ത പൈസയുണ്ട് കയ്യിൽ. അതാ അമ്മയ്ക്ക് ഇത്ര നിർബന്ധം, സുഭാഷിനെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അവക്കും അതാ ഇഷ്ടം. മെല്ലെ ചെല്ലും തോലുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇട്ടുമൂടാനുള്ള പൈസ ഉണ്ടല്ലോ, അവൾക്ക് അത് മതി. ആട്ടെ, സുഹാസിനല്ലേ മൂത്ത കുട്ടി? മൂത്തവളിരിക്കുമ്പോ എന്റെയോ അതിനു മുൻപ് നടത്തണമെന്നാ അച്ഛന്റെ അഭിപ്രായം. അതിനെ മറ്റൊരു മോഹനേട്ടനെ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ? സിബി ചേട്ടൻ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട, പിന്നെ സ്നേഹം മതി.
മനപ്പൊരുത്തം മതി. CBI ചേട്ടനെ കണ്ടതിന് ശേഷം മറ്റൊരാളും എന്റെ മനസ്സിലില്ല. അയ്യോ സംഗതി കുഴഞ്ഞോ. ഞാനിങ്ങനെ ബോംബെ ഡൽഹി മദ്രാസ് ബോംബെ ഡൽഹി ഒക്കെ ഇങ്ങനെ ഊരിയിട്ട് നടക്കുന്ന ഒരാളാണ്. അതിനെന്താ, കറങ്ങിയടിച്ച് നടക്കാൻ എനിക്കും ഇഷ്ടമാണ്. CBI ചേട്ടൻ പോകുന്നിടത്തൊക്കെ ഞാനും വരാം. എന്നെയും കൊണ്ടുപോകണം. അല്ല, അതിന് അച്ഛൻ സമ്മതിക്കോ? എനിക്കിഷ്ടമുള്ള ആളിന്റെ കൂടെ എവിടെ വേണോ പോകാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. മോഹനേട്ടൻ ജൂലൈയിൽ വരും. വന്നാലുടൻ സുഹാസിനിയുടെ കല്യാണം നടക്കും. അപ്പോ സുഭാഷിണിയുടെ കല്യാണോ? അതും ഒപ്പം നടത്തണമെന്ന് അമ്മയുടെ ആഗ്രഹം. സുഭാഷിണിയും വല്ല മോഹനേട്ടനെയും കണ്ടുവച്ചിട്ടുണ്ടോ? CBI ചേട്ടനെ കണ്ട ദിവസം തന്നെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, മറ്റൊരാളെ ഈ ജന്മം ഞാൻ കല്യാണം കഴിക്കില്ല. അയ്യോ, അച്ഛനും അമ്മയും അറിഞ്ഞ? ഇല്ല ചേട്ടാ, എന്റെ ഇഷ്ടത്തിന് അമ്മയും അച്ഛനും ഒരിക്കലും എതിര് നിൽക്കില്ല. അല്ലെങ്കിൽ എന്റെ ജാതകത്തിലുണ്ട് ഡൽഹിയിൽ നിന്നും വലിയൊരു ഉദ്യോഗസ്ഥൻ വന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോകുമെന്ന്. ഡൽഹിയിൽ നിന്നാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് ചേട്ടാ, അതന്നെ എനിക്ക് ഇത്ര ധൈര്യം. ആട്ടെ, ഞാൻ വന്ന കാര്യം ഒന്നും ആയിട്ടില്ല, അതൊന്ന് പൂർത്തിയായിക്കോട്ടെ. എന്താ? മതി ചേട്ടാ, എത്ര കാലം വേണമെങ്കിലും ഞാൻ എന്റെ CBI ചേട്ടന് വേണ്ടി കാത്തിരിക്കാം. വിറയ്ക്കാതട ചക്ക, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? നമ്മള് ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ. തുമ്മാരു തുമ്മാരു എടുക്കണോ? വെറുതെ ആശിക്കണ്ട, ഞാൻ തരൂല. ബാക്കിയുള്ളവരെന്നെ നട്ടം കറങ്ങ. നീ കേടത്ത് തന്നെയല്ലേ ജീവിക്കുന്നേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ? അങ്ങനെ ക്ഷമിച്ചു കട. എന്താ ആശാനെ? ടച്ചിങ്സ് എടുക്കണോ? കുറച്ച് കളിമണ്ണുണ്ട്, അത് മതിയോ? അതിന്റെ അച്ഛനോട്ട് കൊടുക്ക്. ഓ, തിരക്കൊഴിയുമ്പോ എന്റെ അച്ഛന്റെ ഒരു പ്രതിമ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി, മറക്കണ്ട. അതിന് കൃത്യമായ ഒരാള് വേണ്ടേ? മോഡലില്ലാതെ എങ്ങനെയാണോ പ്രതിമ ഉണ്ടാക്കുന്നത്? ഇതിലേതെങ്കിലും ഒരു പ്രതിമ ഒരു ദിവസം തന്നെ തല്ലിക്കൊല്ലും, അത്രയ്ക്ക് സഹിക്കുന്നുണ്ട് ഈ പാവങ്ങള്. അല്ലടോ, നിനക്കെന്തെന്റെ മഴോനെ കാണുമ്പോഴടക്കം ഞാനിപ്പൊ പലതവണയായി ശ്രദ്ധിക്കുന്നു. ആശാൻ എന്നെ സംശയിക്കരുത്, എന്റെ സ്വന്തം പെങ്ങളമാരി ഞാൻ ഇതിനെ കണ്ടേക്കണേ. ആഹാ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയൊക്കെ നീ തന്നെ വെച്ചാ മതി. ഒരു 150 പ്രാവശ്യം പറഞ്ഞല്ലടാ ഇത് യേശുകർത്താവാണ്, യേശുകർത്താവിന്റെ പ്രതിമയാണെന്ന്. എന്നിട്ട് നീ ഉണ്ടാക്കി വെച്ചു പോന്ന ആരെ? എന്ത് പറ്റോ? എന്ത് പറ്റിയച്ചോ? നീ ഒന്നിങ്ങ് വന്നേ, അങ്ങാട് നോക്ക്. കർത്താവിന് എന്നതാണ് ഒരു പുച്ഛം. യേശു ഇങ്ങനെ വായും പൊളിച്ച് പല്ല് ഇളിച്ചണ്ടാടാ നിക്കണത്. പ്രാർത്ഥിക്കാൻ വന്നവനെ നോക്കി നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് കർത്താവ് ചോദിക്കണത് പോലെയല്ലേ നീ ഉണ്ടാക്കി വെച്ചേക്കണ ഈ പ്രതിമ കണ്ടാ തോന്നണത്? കൈക്കാരന്മാര് പ്രതിമ കാണാൻ വന്നപ്പോ രായ്ക്ക് രാമന നീ മുങ്ങില്ലേ? കുറെ കാലായി എല്ലാവരും ഉണ്ടാക്കുന്ന യേശുവിനെ പോലെ ആകണ്ടാന്ന് കരുതി ഒരു വെറൈറ്റി ചെയ്തതാ. യേശുവിനും വേണ്ടേ അച്ഛൻ ഒരു ചേഞ്ച്? ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? ചേഞ്ചിന് വേണമെങ്കിൽ നീ പ്രതിമ ഇവിടെ തന്നെ വെച്ചോ. പക്ഷെ ഞായറാഴ്ച കുർബാനയ്ക്ക് മുമ്പ് മേടിച്ച കാശ് നീ തിരിച്ചു തന്നില്ലെങ്കിൽ മട്ടാഞ്ചേരിന്നും മൊനമ്പത്തുനിന്നും കുറച്ച് ചെറുപ്പക്കാര് പിള്ളേരിങ്ങടെ ഇറങ്ങും. പിന്നെ കർത്താവ് ചുമന്നതിലും വലിയ കുരിശ് മാലിപ്പുറം വരെ നീ ചുമക്കണ്ടി വരും മുരാരി. വാ വാ വാ, പ്രതിമർക്ക്. ആശാനെ, അച്ഛന്മാര് പറഞ്ഞ ശരിയാ, യേശുവിന് ചെറിയൊരു കൊച്ചുണ്ട്. സെക്കൻഡ് ഹാൻഡ് പ്രതിമ എടുക്കാൻ വല്ല ചെറിയ പള്ളിക്കാരും വരും, അപ്പൊ കൊടുക്കാം. തൽക്കാലം യേശു ഇവിടെ ഇരിക്കട്ടെ. മിസ്റ്റർ സുൽഫി? സുൽഫിക്കർ. യെസ് മാഡം.
ടൈപ്പ് റിബൺ വേണം. ഞാനിവിടെ കോൺഫറൻസിനുള്ള ഫയൽ ശരിയാക്കുക. 12 മണിക്കാ കോൺഫറൻസ്, അത് കഴിയട്ടെ. ഇതും വളരെ അത്യാവശ്യമാണ്. സമയമില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്നെ சொன்னே സമയം இல்லைன்னா நீ யாரு? இந்த ஆபீஸ்க்கு மேனேஜரா? பியூன்டா, பியூன். எடுத்து கொள்ளலாமா? இங்க வாடா. என்னடா வாடா இங்க. என்னடா இது? മരുന്ന് കൂട ആങ്കിരിക്കുന്നു. എന്നടാ ഇത്? ഇതെന്തിനാണെന്ന്? ഞാൻ കോൺഫറൻസിന് ഫയൽ കൊണ്ടുപോവുക. അവിടെ ജപ്പാനിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ഇവിടുത്തെ പിയൂണാണെന്ന് കാണിക്കണം സ്വാമി. പിടിക്കില്ല. പഠിപ്പ് BA, ജോലി പിയൂൺ. ഉന്നെ ചൊല്ലി പ്രയോജനമേ കിടയാതെ. അമ്മണിക്കുട്ടി, ഇവർക്ക് കോംപ്ലക്സാ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഏതാ? അതേതാ? കറണ്ട് കണ്ടിക്ക് അങ്ങനെ ഒരു സമയം. മനുഷ്യന്റെ ഊപ്പാടളി വരുമ്പോഴാ. ആകാശത്തുണ്ടല്ലേ ആഫീസ് ഇട്ടിരിക്കണം. പണ്ടാരം ഞാൻ റിസൈൻ ചെയ്യുക. വീട്ടിൽ ചെന്ന പാത്തും കൂടെ കാപ്പിട്ട് കാപ്പി വന്നിച്ചാ കൂടെ കൊഞ്ചം തന്നെ വായ കൊപ്പിളിക്ക. உங்களுக்கு தண்ணி தானே வேணும்? நான் தரேன். ഈ പന്ന പട്ടര ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം. എപ്പോഴും അവിടെ പുളുത്തിയ ദാഹം വീം തന്നെ പോട്ട്. പിയൂണെന്ന് പറഞ്ഞ ആരെന്ന് വിചാരിച്ചു? വീട്ടു ജോലിക്കാരനാ. ഒന്നി എന്റെ ജോലി പള്ളിപ്പുറത്ത്, അല്ലെങ്കിൽ അയാൾ വെളിമ്പറമ്പില്ല. നന്നായിട്ട് കളിക്ക് കൊടുക്കുക. ഇയാടെ ഒടുക്കലത്തെ ദാഹം. ഇങ്ങ വയ്യടപ്പേ. അത് മേലെ വെക്കാതെ തന്നെ കാപ്പി രണ്ട് ചേർത്ത് കൊണ്ടുവന്ന നല്ല പയ്യനാണ്. സുൽഫീക്കർ. ഭവാനി ചേച്ചി പഞ്ചാര സ്വാമി ഒന്ന് പിടിച്ചു തരും സ്വാമി. சின்னதா இருக்கு. காலையில இருந்து இதுதான் வேலையா? அம்மா பாடி നാടയല്ലേ വേണ്ടത്? By land is meant the material and the force which nature gives freely for man's aid. In land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gifts of nature. In this widest sense, land includes all kinds of natural resources such as coal and metal ore and farm, fishing grounds. ഒരുമാതിരി കോപ്പറവാണ് കാണിക്കില്ല കേട്ടോ. സാർ എക്സ്ക്യൂസ് മീ. ക്ലാസ് നടക്കാണ്. എന്നാ ക്ലാസ്? അല്ല അച്ഛൻ ഇത് എന്നാ ഭാവിച്ചാ? അവിടെ കളിച്ചത് വാതി വേച്ചത് വാതി കന്നുകാലിക്കാണ് കുളമ്പ് തീനം. സൊസൈറ്റിക്കാരൻ കാശ് തന്നിട്ടില്ല.
കറവക്കാരൻ ലൂക്കായി ചെന്ന് വിളിച്ചപ്പോ അത് വേറെ വിളിച്ചു. എന്താ എന്താ ഇത് ചന്ത ഇവിടെ ക്ലാസ് എടുക്കണ്ടേ ഇവിടെ? എന്താ ഇത്? ഇയാളേതാ സാറൊന്ന് പഠിപ്പിച്ചേട്ടോ, എനിക്ക് ഇച്ചിരി പറയാനുണ്ട്. അല്ല അറിയാമല്ല ഞാൻ ചോദിക്കുക, കതിരെ കൊണ്ട് വളം വെക്കാന്ന് പറഞ്ഞ മാതിരി ഈ വയസ്സാങ്കാലത്ത് പഠിക്കാൻ വന്നത് എന്നാ അസുഖത്തിന്റെയാ? എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. മനസ്സിലാത്തോണ്ടാ ചോദിച്ചത്. എടോ നോക്കാനെ വലിയ വകുപ്പടിക്കാതെ വിട്ടോ. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശ് വല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട. കള്ളിച്ചിരി കൂടുതലല്ലേ? അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്. ഈയിടെയായി എനിക്ക് ഉറക്കമേ ഇല്ല ചേട്ടാ. എന്താ? എന്തോ തിരിഞ്ഞു മറിഞ്ഞു എത്ര നേരം കിടന്നാലും രക്ഷയില്ല. കണ്ണടച്ചാലുടൻ ഒരാളെയാ സ്വപ്നം കാണുന്നത്, എന്റെ CBI ചേട്ടനെ. കൊള്ളാമല്ലോ. എന്നിട്ട് കേക്കട്ടെ. ചേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടോന്നോ? ഈ ലോകത്ത് എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണോട് ഇഷ്ടമുണ്ടെങ്കിൽ അതെന്റെ സുഹാസിനിയോടാണ്. സത്യം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെയും കള്ളം പറയോ? സുഹാസിനി ആദ്യമായി കണ്ട ദിവസം തന്നെ ഞാനൊന്ന് തീരുമാനിച്ചു. എല്ലാം എന്റെ ഭാഗ്യം. CBI ചേട്ടന് ജയപ്രദയാണോ ശ്രീദേവിയാണോ ഇഷ്ടം? ഇവർ രണ്ടുപേരോടും എനിക്കിഷ്ടമല്ല. പിന്നെ ആരോടാ ഇഷ്ടം? എന്റെ സുഭാഷിണി. കള്ളം, പച്ചക്കള്ളം. വേറെ ആരോട് ഞാൻ കള്ളം പറഞ്ഞാലും എന്റെ സുഭാഷിനോട് ഞാൻ കള്ളം പറയും. അതെന്താ? എനിക്ക് സുഭാഷിനെ അത്ര ഇഷ്ടമായതുകൊണ്ട്. എങ്കിൽ പിന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നമ്മുടെ കല്യാണം ഉറപ്പിക്കാത്തത് എന്താ? വരട്ടെ, സമയമാവുമ്പോ അത് നടക്കേണ്ട പോലെ നടക്കും. ചേട്ടാ, എന്നാലും എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. എന്താ സുഭാഷിനെ ചില കൊച്ചുകുട്ടികളെ പോലെ? ചേട്ടൻ തിരിച്ചു പോകുമ്പോ സുഭാഷിന് പേടിക്കണ്ട. ഏതായാലും ഞാൻ തനിച്ചായിരിക്കല്ലേ ഇവിടുന്ന് പോവുക. പോരെ? അത് കേട്ടാ മതി എനിക്ക്. ഒരു പ്ലേറ്റ് ഇറച്ചും കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടെ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച് ഒരാൾ വന്നിരിക്കണേ. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോകുന്നില്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? കരയില്ലെന്ന്. എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കുവോ? അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാമല്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ലെന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട നേരാണ്. ഒരുമിച്ച് കുറച്ചു നേരം ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടിയോളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടി. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്കുക നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നെ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നെ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനല്ലേ, നമുക്ക് അവിടെ കഴിയാം. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നോണ്ടല്ലോ ചവിട്ടി ഒരു കൊടുക്കണം. ഞാൻ എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. എന്നോട് കളിച്ചാണ്ടല്ലോ കൊന്നേ കടലിൽ തത്തും. ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം, ഞാൻ കാത്തിരിക്കും. കള്ളൻ വാങ്ങണ്ടില്ലേ ഒരു ഗൗരവം? ഒന്ന് ചിരിച്ചേ. പോട്ടെ. എന്താ ഇത്ര വൈകിയേ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. എന്നും കുടിച്ചുല്ലേ? കുറച്ച്. ഒരു കമ്പനി ഉണ്ടായിരുന്നു ഓമനെ. എന്നും ഉണ്ടല്ലോ കമ്പനി. എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടമൊന്നും ഇല്ല. ഇഷ്ടമില്ല എന്ന് ആര് പറഞ്ഞു?
എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. എപ്പോ? പിന്നെ മമ്മി ക്ലബിൽ പോയിരിക്കേ ഡാഡി. നിന്നോട് ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞെ. ഡാഡിക്ക് പറഞ്ഞൂടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബിൽ പോണ്ടെന്ന്? പറയണം. മമ്മി ഇല്ലാത്തപ്പോ അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി, ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓ, ഒരു മമ്മിയും കുമ്മിയും. ഓമനെ, എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാനിവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ച് തന്നെയാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്താനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂടാ, എനിക്കറിയാം. കരയല്ലേ? എന്നെ ചതിക്കരുത്. അപ്പൊ എന്നെ ചതിച്ചതോ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വിടാൻ പറഞ്ഞില്ലേ? ഞാൻ വിടില്ല. ഇത്രേസ്യാമ്മ വന്നാണല്ലോ. അല്ലാതെ നീ വരുന്നു. വായിച്ചു നോക്കൂ. അത് മുഴുവൻ തകർത്തു. നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് പരുകുന്നത്? ഒരു ഗുളിക കഴിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ. ആ പെണ്ണിന്റെ ഓമന. ആവോ, പറ്റിയ സാധനം. ഇങ്ങനെ വൃത്തിയും വെടുപ്പില്ലാത്തൊരു ജന്തു. ഒന്ന് മാറി എനിക്ക്. സീനായല്ലോ. രാവിലെ തന്നെ രണ്ടരടിക്കണ്ടായിരുന്നു. ഗ്രാൻഡ്പാ മതി, വാ പോവാ. സാറ് പിള്ളേരിട്ടൊന്ന് കറങ്ങിച്ചു വാ. എനിക്കിത് മതി, ഞാൻ വരച്ചു വെച്ചേക്കാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഞങ്ങൾ ഹാഫ് ആൻ അവറിൽ തിരിച്ചെത്തും. നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം. രാംജി, ദുർഗ എവിടെ പോയി? वो नहीं आया भाई. नहीं आया? ഇവൻ എവിടെ പോയി കിടക്കുവോ? गोभी भाई तुम्हारे बारे में पूछ रहे थे. हाँ. എടാ ദുർഗ, നീ എവിടെയായിരുന്നു? എന്താ ചോദിച്ചേട്ടാ? എന്താന്നറിയില്ല, കൈക്ക് ഒരു ബലം കിട്ടുന്നില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കണം. കാലത്ത് തന്നെ വലിച്ചു കയറ്റി കാണും. അറിയാം, എനിക്ക് വേറെ പണിയുണ്ട്. ദുർഗ, ഏക് ബാർ പ്ലീസ്, ഏക് ബാർ പ്ലീസ്, പ്ലീസ്. എടാ കഴിയാറായോ? എടാ നീ പെട്ടെന്നൊന്ന് ഇറങ്ങുന്നുണ്ടോ? അയാളിപ്പോ പടം വായിക്കാൻ വരും. ഇപ്പൊ കഴിയും. ടീമേ, ദേ അതിലൊന്നും ആളില്ലട്ടാ. ഏതെങ്കിലും ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു പോവാൻ നോക്ക്. ഞാനൊരാൾ വരച്ചു തരാനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ കുടിക്കണമെന്നാ എന്റെ ഭാര്യ ശീതള് പറയണത്.
ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കള്ളുടിക്കാത്ത ഒരേ ഒരാൾ ഞാനായിരുന്നു. 1ാം റാങ്ക് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു അടുത്ത മൈക്ലാഞ്ചലാണെന്ന്. അന്ന് മൈക്കിളാഞ്ചലോ, ഇന്ന് കോട്ടറാഞ്ചലോ. എന്നാ Great work. Excellent. Thank you, sir. Thank you. എങ്ങോട്ടാ? വിട്ടോ പറയാം. വരട്ടെ പോകാൻ വരട്ടെ. വണ്ടി എടുക്കല്ല. അല്ല അത് എവിടുത്തെ മര്യാദയാ? വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറി പോക്ക്. കൈ കാണിച്ച തോന്നിയോടത്തല്ല വണ്ടി കൊണ്ടുവന്ന് നിർത്തുക. ഏത് മോട്ടോർ വാഹനം? അത് എവിടെ നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല. എന്റെ സൗകര്യത്തിന് നിർത്തണം വണ്ടി വന്ന് എനിക്ക്. ഓടോ. പിന്നെ അങ്ങനെ മൊയ്തീനെ ഏങ്കൂലാക്കിയിരുന്നാലും വണ്ടി ഒന്നാണ് പോട്ടെ. മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിൽ എന്തിനാ വഴക്ക്? അല്ല മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുമെന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയിട്ട് എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കണ്ട. വന്നാട്ടെ. താൻ ഈ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പറ്റൂന്ന് കേട്ട കയറെടുക്കുന്ന സ്വഭാവമാണ് നത്തിന്റെ. നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ. സാറ് വണ്ടി കയറി. അപ്പൊ എവിടെ പോണ്ടേ? താൻ വിട്, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വേഗം വരണം. ഹലോ, ഇതാര്? വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറന്നോ? മറക്കാൻ നോക്കൂ. ഇമ്പോസിബിൾ. ഇരിക്കൂ, സിനോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ ഞാൻ വന്നത്. എനിക്കിന്ന് രണ്ടാലൊന്നും അറിയണം. എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ? നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്റർ ആണത്. ഇന്നൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ലാഞ്ഞിട്ടാ. ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല. എന്നത്തേക്ക് ഒഴിഞ്ഞു തരും? ഡിയർ നായർ, ബിലീവ് മീ, വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യപ്രദമായ ഒരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 കിട്ടണ്ടേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞിരിക്കും. നായരില്ലേ പാവം, അയാൾ വെയിറ്റ് ചെയ്യും. അയാൾ അവിടെ നിൽക്കട്ടെ. ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ? ആ നിമിഷം ഞാൻ ഒഴിയും. അറ്റ് ദാറ്റ് മൊമെന്റ്. എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്, ഓൾ കൺവീനിയൻസ്. 4 മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരുമോ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത അമ്പലം ഉണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് 1ാം തരം ദേവീക്ഷേത്രമുണ്ട്. 2 കിലോമീറ്ററോ? ദാറ്റ് ഈസ് ടു മച്ച്. നോ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീടാണോ? കള്ളമേന്നെ. പിന്നെ എന്നിട്ട് അടുക്കളയിലുണ്ട് അമ്പലം. എത്ര നാളോടെ എന്നെ കൊരങ്ങളിപ്പിക്കുന്നു പൊട്ടി. വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും. പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തൊന്ന് വഴക്കുണ്ടാക്കിയാൽ തന്റെ എല്ല് കാണൂല. എന്ന് താൻ എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയൊരു എന്റെ കൂട്ടത്തിലുണ്ട്. നീലണ്ട. എന്താ മാവ? കണ്ടോ? ഉദയ സർക്കസിലെ ഫയൽവാൻ, എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ് തന്നെ നേരത്തെ. എന്താ പ്രശ്നം? പ്രശ്നം എന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തതാ. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടിത്തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താൻ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക്. ലെറ്റ് സീ. പോടോ. ഇതാരുടെ വീടാ? ഇതൊക്കെ നമ്മളെ വീട് തന്നെ. സാറ് കാണിക്കാതെ വന്നാട്ടെ. ശാന്തമ്മേ. ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നൂന്ന്. അങ്ങനെയായിട്ട് മറക്കാൻ ഒക്കും നിന്നെ? കേറിയിരിക്കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ, എനിക്കറിയാം മൊയ്തീനിക്കാക്കി ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്.
സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തം അറിയരുത്. വന്ന കാര്യം പറയടോ. ആ പറയും പോലെ നാരായണേട്ടനകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ, ആളെങ്ങനെ അകത്തുണ്ട് പൊളിച്ച തെറിയേക്കൂ. ഒന്ന് വിളിക്കടി. അയ്യോ ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം. നാരായണേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ രാവും പകലൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്നു പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. വന്ന കാലേ നിക്കാതെ അകത്തേക്ക് കയറി ഇരിക്കേട്ടാ. വാടോ പോകാം. നാരായണേട്ടന് വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ് റബ്ബേ? 31, 32, 33, 34. 41. സാറേ ഞാൻ തന്നെയാണ് 34. So what? വാതിൽ വെളിയിൽ നിന്ന് കൂവുകയാണ് വേണ്ടത്. ആ ഗെറ്റിൻ. Come on. Once again, I am starting from the basic economic systems. The economic system can be defined as the sum total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സാർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ, ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, What? sir, I have a doubt. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തിൽ എഴുന്നള്ളിക്കില്ലേ? എന്താ തന്റെ ഒരു ഡൗട്ട്? സാറേ, ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ, അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ 3 രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു, പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created 2 classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Thank you, thank you. അയാൾ ക്ലാസ്സിരിക്കണമെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്? അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പോകച്ചരം പറയുന്നു, കേൾക്കണോ പുറത്ത്? സാർ, I say get out. Meet Mr. Johnny Walker. New admission ആണ്. മിസ് ശരിക്കും ചേട്ടാന്ന് വിളിക്കണം. Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly galleon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the olden door.
moonlight, the while should pass away. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കും ഇതൊരു തമാശയായിട്ടേ തോന്നൂ, എനിക്കൊഴിച്ചു. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ എം റിയലി സീരിയസ്. മൃദുല, അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഇല്ല. എന്നാ ഉണ്ടാക്കും. അവൻ ആള് ശരിയല്ല. വയസ്സുകാലത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയില്ലല്ലേ?